കാലങ്ങൾക്ക് മുമ്പ് പ്രകൃതിയുടെ മധുരഗാനം നിറഞ്ഞ ഒരു ശാന്തമായ കാട്ടിൽ മഹർഷിയായ അത്രിയും അദ്ദേഹത്തിൻ്റെ ധാർമ്മികയായ ഭാര്യയായ അനസൂയയും ജീവിച്ചിരുന്നു. അവരുടെ ആശ്രമം സമാധാനത്തിൻ്റെ ഒരിടമായിരുന്നു. അനസൂയ ഒരു സാധാരണ സ്ത്രീയല്ല. അവളുടെ സ്നേഹവും കരുണയും ഭക്തിയും ദേവന്മാരെയും ആകർഷിക്കുന്നതായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിശന്നു പോകരുത്, അത് മനുഷ്യനായാലും ഒരു പക്ഷിയായാലും. അമ്മേ, നിങ്ങളുടെ ദയയ്ക്ക് ഒരതിരുമില്ല. ദയയാണ് ഏറ്റവും വലിയ ശക്തി. അങ്ങ് സ്വർഗത്തിൽ ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും അനസൂയയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് കേൾക്കാനിടയായി. അവൾ നമ്മളെക്കാൾ സൽഗുണസമ്പന്നയാണോ? അത് അസാധ്യം. നമുക്ക് അവളുടെ ഭക്തിയും ശുദ്ധിയും പരീക്ഷിക്കാം. ദേവിമാർ അവരുടെ ഭർത്താക്കന്മാരായ ത്രിമൂർത്തികളെ സമീപിച്ചു. നമ്മുടെ ഭർത്താക്കന്മാർ തന്നെ അവളെ പരീക്ഷിക്കട്ടെ. എന്താണ് പരീക്ഷണം? അവളുടെ പരിശുദ്ധി തന്നെ പരീക്ഷിക്കാം. ദേവന്മാർ ദേവിമാരുടെ ആവശ്യം അംഗീകരിച്ചു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ 3 പേരും വേഷം മാറി വൃദ്ധ സന്യാസിമാരായി ഭൂമിയിലേക്കിറങ്ങി. സ്വാഗതം മഹർഷിമാരെ, ദയവായി അകത്തു വരൂ. ഞങ്ങൾ വിശന്നിരിക്കുന്നു, കുറച്ച് ഭക്ഷണം തരാമോ? തീർച്ചയായും. അനസൂയ ഭക്ഷണം കഴിക്കാനായി സന്യാസിമാരെ വിളിച്ചപ്പോൾ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ വസ്ത്രം ധരിക്കാതെ വേണം ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ. അവളുടെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന അസാധ്യമായ ഒരു അഭ്യർത്ഥനയായിരുന്നു അത്. ദൈവമേ, എന്റെ മാന്യതയും ധർമ്മവും കാത്തു സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണേ. അവൾ അവളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് ശരിയായ വഴി കാണിച്ചു തരേണമേ. എനിക്ക് എന്റെ ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കണമേ. പെട്ടെന്ന് ഒരു പുഞ്ചിരിയോടെ അനസൂയ ഒരു ചെറിയ മൺകുടത്തിൽ നിന്നും കുറച്ചു മാന്ത്രിക പരിശുദ്ധ ജലമെടുത്ത് സന്യാസിമാരുടെ ദേഹത്തു തളിച്ചു. ഒറ്റ നിമിഷത്തിൽ 3 സന്യാസിമാരും 3 ചെറിയ കുഞ്ഞുങ്ങളായി മാറി. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വിശന്നിരിക്കുമല്ലോ. അനസൂയ കുഞ്ഞുങ്ങളായി മാറിയ ത്രിമൂർത്തികൾക്ക് അവരുടെ നിബന്ധന അനുസരിച്ച് വസ്ത്രങ്ങളൊന്നുമില്ലാതെ തന്നെ സ്നേഹത്തോടെ ഭക്ഷണം നൽകി. അവളുടെ പരിശുദ്ധി നിലനിന്നു. അങ്ങ് സ്വർഗത്തിൽ. നമ്മുടെ ഭർത്താക്കന്മാർ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അനസൂയയുടെ അടുത്തേക്ക് പോവാം. ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും അനസൂയയുടെ ആശ്രമത്തിലെത്തി. കുഞ്ഞുങ്ങളായി മാറിയ ഭർത്താക്കന്മാരെ കണ്ടവർ ഞെട്ടി. ഇതാ, ഇവരാണ് നമ്മുടെ ഭർത്താക്കന്മാർ. ഇതെങ്ങനെ? ദേവിമാർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അനസൂയെ, ഞങ്ങളോട് ക്ഷമിക്കണം. നിന്റെ മഹത്വം ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ദയവായി ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്കാക്കി ഞങ്ങൾക്ക് തിരിച്ചു തരണം. എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. അനസൂയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. അവളുടെ അനുഗ്രഹത്തോടെ കുഞ്ഞുങ്ങൾ വീണ്ടും ദേവന്മാരായി. അനസൂയേ, നിന്റെ അറിവും ബുദ്ധിയും അപാരം. നിന്റെ ഭക്തി മഹത്തരമാണ്. നിന്റെ പരിശുദ്ധി അതുല്യമാണ്. ഒരു വരം ചോദിക്കൂ. നിങ്ങളുടെ 3 പേരുടെയും ഗുണങ്ങളുള്ള ഒരു മകനെ വേണം എനിക്ക്. അനസൂയയുടെ ആവശ്യം ത്രിമൂർത്തികൾ അംഗീകരിച്ചു. അവൾക്ക് വരവും നൽകി. അങ്ങനെ ദത്താത്രേയൻ ജനിച്ചു. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും ശക്തി കൂടിച്ചേർന്ന ദിവ്യ ശിശു. അനസൂയയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധിയും സ്നേഹവും ഭക്തിയും ഏറ്റവും വലിയ ശക്തികളാണ് എന്നതാണ്. സത്യവും ധർമ്മവും പാലിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലായ രഹസ്യ പുരാണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.